നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കം. പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിലെത്താത്തത് അപമാനകരമെന്ന രാഹുൽ ഗാന്ധി. ജനങ്ങളോട് അനീതി കാട്ടി ബിജെപി വിദ്വേഷം പടർത്തിയെന്നും രാഹുൽ. അധികാര രാഷ്ട്രീയത്തിനെതിരെ എം മുകുന്ദൻ. നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്ത്, സിംഹാസനങ്ങളിലിരിക്കുന്നവർ ഒഴിയണമെന്നും എം മുകുന്ദൻ. വ്യക്തിപൂജ CPM അംഗീകരിക്കുന്നില്ലെന്ന് MV ഗോവിന്ദൻ. തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും സംസ്ഥാന സെക്രട്ടറി. വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന് MV ഗോവിന്ദൻ. CPM പ്രതിക്കൂട്ടിലാകില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. BJP CPM അന്തർധാരയെന്ന് K മുരളീധരൻ. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം A ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ലെന്ന് ബെന്നി ബെഹനാൻ. KS യൂത്ത് കോൺഗ്രസ് സെറ്റിലൂടെ കടന്നു വന്ന ആളുകൾക്കുണ്ടായിരുന്ന ഒരു വലിയൊരു ആത്മബന്ധം ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്ത് ഒരു സെക്ടേറിയൻ ചിന്തയിൽ നിന്നവരല്ല. അവർക്ക് ഞാൻ പറഞ്ഞത് അതൊരു പ്രവർത്തന ശൈലിയിലുണ്ടായ യോജിപ്പായിരുന്നു, കാഴ്ചപ്പാടിലുണ്ടായിരുന്ന യോജിപ്പായിരുന്നു. ആ യോജിപ്പിലൂടെയാണ് ഞങ്ങളെല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പ് ശിഥിലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗ്രൂപ്പല്ല, ഉമ്മൻചാണ്ടിയുമായിട്ടുണ്ടായ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് വിശ്വസിക്കുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങോട്ട് പോയി വിളിക്കാനില്ല. ജോസ് പക്ഷം മുന്നണി വിട്ടതിൽ താൻ അനാവശ്യമായി പഴി കേട്ടു. പരാതി പറഞ്ഞ് UDF വിട്ടവർക്ക് ഇപ്പോൾ പരാതിപ്പെടാൻ അവസരമില്ലെന്നും ബെന്നി ബെഹനാൻ ന്യൂസ് 18നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന് KK ശൈലജ. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം. നിലവിൽ മാറ്റം വേണ്ടെന്നും ശൈലജ. മകരവിളക്ക് മഹോത്സവം നാളെ. സന്നിധാനത്തൊരുക്കം പൂർണ്ണം. അയോധ്യയിൽ പ്രാൺപ്രതിഷ്ഠാ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരള. അഫ്ഗാനെതിരെ 2020 പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ. മത്സരം രാത്രി 7-ന് ഇൻഡോറിൽ. വിശദമായ വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കം. യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിലെത്തിയില്ലെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കുകയോ അവരെ ചേർത്ത് പിടിക്കുകയോ ചെയ്തില്ല. എന്നാൽ മണിപ്പൂരിലെ വേദന താൻ മനസ്സിലാക്കുന്നുവെന്നും അതിനാലാണ് മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങണമെന്ന് താൻ ദൃഢനിശ്ചയമെടുത്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. मैं जानता हूं कि आप सुबह से यहां बैठे हो. दिल्ली में फॉग के कारण हमारी फ्लाइट, खारगे जी की फ्लाइट डिले हो गई, इसीलिए हम समय पर नहीं आ पाए. आप सबको कष्ट हुआ, इसके लिए मैं आप सबसे शुरुआत में ही माफी मांगना चाहता हूं. 29 जून को मैं मणिपुर आया था और उस विजिट में जो मैंने देखा, जो मैंने सुना, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയ്ക്കായുള്ള പോരാട്ടമാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. മണിപ്പൂരിലെ തൗബാലിലെ
കോങ്ജോമിലെ യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ച ശേഷമാണ് രാഹുൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മാർച്ച് 20-ന് മുംബൈയിലാണ് സമാപിക്കുക. മണിപ്പൂരിൽ ഒറ്റ ദിവസമാണ് യാത്ര. അസം, നാഗാലാൻഡ്, ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിങ്ങനെ 15 സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോകും. ബസ്സിലും കാൽനടയുമായി നീങ്ങുന്ന യാത്ര 6713 കിലോമീറ്റർ സഞ്ചരിക്കും. 110 ജില്ലകളിൽ യാത്ര എത്തും. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മിലിന്ദ് ദേവ്ര പാർട്ടി വിട്ടു. ലോക്സഭാ സീറ്റ് തർക്കത്തെ ചൊല്ലിയാണ് മിലിന്ദ് പാർട്ടി വിട്ടത്. 2004-ലും 2009-ലും മുംബൈ സൌത്ത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മിലിന്ദ് ദേവ്ര 2014-ലും 2019-ലും ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്തിനോട് പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഉദ്ധവ് വിഭാഗം ഇത്തവണ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മിലിന്ദിന്റെ രാജി പ്രഖ്യാപനം. MT വാസുദേവൻ നായർക്ക് പിന്നാലെ അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച സാഹിത്യകാരൻ M. മുകുന്ദനും നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്, സിംഹാസനങ്ങളിലിരിക്കുന്നവർ അത് ഒഴിയണമെന്നും ജനങ്ങൾ വരുന്നുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. വ്യക്തിപൂജ പാടില്ലെന്നും KLF വേദിയിൽ M. മുകുന്ദൻ പറഞ്ഞു. കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. ഒരു തുള്ളിച്ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിലെ ഈ വരികളെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള M. സ്വരാജിന്റെ ചോദ്യത്തിനാണ് സാഹിത്യകാരൻ M. മുകുന്ദന്റെ മറുപടി. അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്കും M. മുകുന്ദന്റെ മുന്നറിയിപ്പ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചി കഴിഞ്ഞവരാണ്. അവരവരുടെ എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. എനിക്ക് പണ്ടത്തെ കാലത്ത് അടിയന്തര കാലത്ത് ഒക്കെ നമ്മളത് കണ്ടാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ്, അവരുടെ സിംഹാസനം ഒഴിയൂ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രകാശ് നാരായൺ കോട്ടയത്തിലെ ഒരു കവിതയാണത്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വരാനുള്ള തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കണമെന്നും M. മുകുന്ദൻ. സംവാദത്തിലെ പരാമർശങ്ങൾ എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും ബാധകമെന്ന പിന്നീട് വ്യക്തത വരുത്തി. വ്യക്തിപൂജ പാടില്ല. EMS നേതൃപൂജകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണം. വിമർശനം അതിനൊരു സ്പേസ് ഉണ്ടാകണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല, വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് കൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജനാധിപത്യം വളരുകയുള്ളൂ. കേരള സാഹിത്യോത്സവ വേദിയിൽ MTയുടെ പരാമർശമുയർത്തിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമാന രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി കൂടുതൽ പേരെത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. MTയുടെ വിമർശനം തള്ളാതെ CPM. MT പ്രസംഗം വിമർശനമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ഇവിടെയും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുറിച്ചു. പിണറായി വിജയനെ വേദിയിലിരുത്തി MT നടത്തിയ വിമർശനം CPMനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിണറായി വിജയനും സർക്കാരിനുമെതിരെയാണ് MTയുടെ വിമർശനങ്ങളെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി. പ്രതിപക്ഷം ഏറ്റുപിടിച്ചു. എന്നാൽ 2003-ൽ MT എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് തടിയൂരാനായിരുന്നു ഇതുവരെ CPM നേതാക്കളുടെ ശ്രമം. ലേഖനത്തിന്റെ കാര്യം സൂചിപ്പിച്ചെങ്കിലും വിമർശനമാണെങ്കിൽ അംഗീകരിക്കുന്നുവെന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും
നല്ല കാത് കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. 2003 MD ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് AK ആന്റണിക്കെതിരായ വിമർശനമെന്ന് പറഞ്ഞില്ലെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അന്ന് അത് എഴുതുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? അന്ന് 2003 ഇത് എഴുതുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് അത് പറ, അത് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പറയാം. ആരെയാ ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പിണറായിയെ സംബന്ധിച്ചും CPM-നെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പും 2003 AK ആന്റണിയെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ്. അതാ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. 2003 2023. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടി അല്ല CPM എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. നേതാക്കളും മന്ത്രിമാരും തുടർച്ചയായി മുഖ്യമന്ത്രി സ്തുതി നടത്തുന്ന സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് BJPയും UDFും ആഗ്രഹിച്ചാലും അടുത്തെത്താനാകാത്ത അത്രയും ദൂരത്തിൽ സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു നേരത്തെ MV ഗോവിന്ദന്റെ പരാമർശം. വ്യക്തിപൂജയും ബിംബവത്കരണവും എന്നും എതിർക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പച്ചയായ വ്യക്തിപൂജാ പരാമർശം നടത്തിയത് CPM കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സൂര്യനാണ്. അന്ന് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു. MV ഗോവിന്ദന്റെ മുഖ്യമന്ത്രി സ്തുതിയെ EP ജയരാജനടക്കമുള്ള നേതാക്കളും ശരിവച്ചിരുന്നു. പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമെന്ന് നേരത്തെ മന്ത്രി VN വാസവനും വിശേഷിപ്പിച്ചിരുന്നു. ഇത്തരം സ്തുതികൾക്കെതിരെ വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വ്യക്തിപൂജ തള്ളി CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ വിജയനെതിരായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന് CPM. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് മകൾക്കെതിരായ അന്വേഷണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിത്. ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെയെന്നും CPM പ്രതിക്കൂട്ടിലാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കോൺഗ്രസിന് ഒരു ആവേശവുമില്ലെന്ന് K മുരളീധരൻ. നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രവും വേട്ടയാടലെന്ന് CPM-ഉം പറയുന്നു. പക്ഷേ ഇവർ തമ്മിൽ അന്തർധാര സജീവമാണ്. BJPക്ക് കേരളത്തിൽ MP വേണം. അതിന് ഏത് കളിയും കളിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ.
വീണ്ടും വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറമെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും ദർശനം നടത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിനും ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം തൃപ്രയാറിൽ എത്തിയേക്കും എന്നാണ് വിവരം. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായുള്ള ഉന്നതതല യോഗം ചേർന്നു. ജില്ലാ കളക്ടറും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അടങ്ങുന്ന ഉന്നതതല സംഘമാണ് യോഗം ചേർന്നത്. പോലീസ് ഇന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന നടത്തും. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച ധനമന്ത്രി KN ബാലഗോപാൽ പൊതു താൽപര്യത്തിന് ഭരണ പ്രതിപക്ഷ ഭേദം വേണ്ട, സഹകരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം, കുറച്ചുകൂടി പ്രായോഗിക സമീപനം പ്രതിപക്ഷം സ്വീകരിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെ മുരളീധരൻ. എന്നാൽ യോജിച്ച സമരത്തിന് ഇപ്പോഴില്ല. കേന്ദ്രം BJP ഇതര സംസ്ഥാനങ്ങളോടൊക്കെ നിഷേധാത്മക സമീപനമെടുക്കുന്നു. എന്നാൽ അത്രയും കേരളത്തോട് കാണിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി മരിച്ചെങ്കിലും A ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ MP. ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നവർ ചിതറിപ്പോയിട്ടില്ല, പോവുകയുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് പാളിച്ച പറ്റുന്നത്. A ഗ്രൂപ്പിന്റെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രൂപ്പ് പാടില്ലെന്ന് പുതിയ നേതൃത്വം പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയുമായി ആത്മബന്ധമുണ്ടായിരുന്നവർക്ക് അത് നഷ്ടപ്പെടുത്താനാകില്ലെന്നും ബെന്നി ബെഹനാൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആൽമരം പോലെ, വടവൃക്ഷം പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ വ്യക്തിയാണ്. അദ്ദേഹവുമായിട്ട് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ആത്മബന്ധം അറുത്തുമാറ്റപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷവും A ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ല, ആത്മബന്ധം ഇല്ലാതായിട്ടില്ല. അതിപ്പോഴും നിലനിൽക്കുന്നു, കൂടുതൽ ശക്തിയായി. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും തകരുമെന്നുള്ള പ്രതീക്ഷയില്ല. ജോസ് കെ മാണി വിഭാഗത്തെ പെട്ടെന്ന് പോയി UDFിലേക്ക് ക്ഷണിക്കാനാകില്ലെന്ന് ബെന്നി ബെഹനാൻ MP. UDFിനെതിരെ പരാതി പറഞ്ഞു പോയവർ LDFിൽ പരാതിപ്പെടാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ്. അവഗണനയുമായി അവിടെ തുടരണമോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. കേരള കോൺഗ്രസിനെ തങ്ങളായിട്ട് മുന്നണിയിൽ നിന്ന് കളഞ്ഞതല്ല. UDF ആശയം ഉൾക്കൊള്ളുന്ന ആർക്കും മുന്നണിയിലേക്ക് വരാം. മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടതിൽ താൻ അനാവശ്യമായി പഴികേട്ടെന്നും ബെന്നി ബെഹനാൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ വൈകിട്ട് 6:40 തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാനാകും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. അയോധ്യ ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി 8 നാൾ മാത്രം ബാക്കി നിൽക്കെ അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിശ്വാസികൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ട്. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ ഉള്ളതിനേക്കാളൊക്കെ ഞായർ ദിവസമാണ്, അവധിയാണ്. ഒരുപക്ഷെ അതൊന്നും ആയിരിക്കില്ല. കാരണം 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് ഇവിടെ എത്തി ശ്രീരാമനെ തൊഴാനുള്ള എല്ലാ പരിശ്രമങ്ങളിലുമാണ് വിശ്വാസികൾ എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ സംഘങ്ങളിലായി എത്തുന്ന നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 50,000 ഒക്കെ കടക്കുന്നു പല ദിവസങ്ങളിലും ആളുകളുടെ എണ്ണം എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും അയോധ്യയിലുണ്ട്. കാരണം വൻകിട വികസന പദ്ധതികളാണ് അയോധ്യയിൽ നടക്കുന്നത് എന്ന് നമ്മൾ കാണണം. വലിയ എയർപോർട്ടുകൾ വരുന്നു, വലിയ റെയിൽവേ സ്റ്റേഷനുകൾ അതിന്റെ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. നിരവധി ട്രെയിനുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഭക്തർ ബുക്ക് ചെയ്ത്, ആ ട്രെയിനുകൾ മുഴുവൻ ബുക്ക് ചെയ്ത് വരുന്ന ഭക്തരടക്കമുണ്ട്. അങ്ങനെ റെയിൽവേ പലവിധ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഏതായാലും കൂടുതലായി ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക 22-ന് ശേഷമായിരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 22 വരെ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ 22-നും 21-നും മറ്റും കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 16-ന് ഇതുമായി ബന്ധപ്പെട്ട പൂജകൾ ആരംഭിക്കും എന്നുള്ളതാണ്. പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ ക്ഷേത്രത്തിൽ 16-ന് ആരംഭിക്കും. 16 മുതൽ 22 വരെ പൂജകൾ ഉണ്ടാകും. അതിനുശേഷമുള്ള 45 ദിവസം അത് മറ്റു ചില പൂജകളുടെ സമയമായിരിക്കും. ആ സമയത്ത് ഭക്തർക്ക് മറ്റാളുകൾക്ക് പ്രവേശനം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും അയോധ്യ വലിയ തയ്യാറെടുപ്പിലാണ്, വലിയ തിരക്കിലുമാണ്, വലിയൊരു ആംബിയൻസാണ്. അതായത് ഭക്തിയുടെ വല്ലാത്ത തരത്തിലുള്ള ഒരു രീതിയാണ് ഇവിടെ. വരുന്നവരെല്ലാം രാമഭക്തന്മാരാണ്. അവർ വിവിധ വേഷങ്ങളിൽ തങ്ങളുടെ ഭക്തിയുടെ ഭാവം പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സൈക്കിൾ ചവിട്ടി നടന്നു വരുന്ന നിരവധി ആളുകളെ കൂടി നമ്മൾ പലപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാം ജയ് ശ്രീറാം വിളിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം.
ജയ് ശ്രീറാം വിളിയാണ് പല സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും കാണുന്നത്. ആളുകൾ അതിന്റെ ഈ ഭക്തിയുടെ മറ്റൊരു വശം കൂടി നമുക്ക് കാണാം. അയ്യപ്പ ഭക്തർ ശബരിമലയിൽ വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയും എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളോടുകൂടി അവർ വരുന്നു. സരയൂ നദിയിൽ ഇവിടെ വന്നാൽ സരയൂ നദിയിൽ കുളിച്ച് ഭക്തരൊക്കെ ഇവിടെ ശ്രീരാമനെ കണ്ട് മടങ്ങുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ഹനുമാൻ ക്ഷേത്രമുണ്ട്. വളരെ പ്രസിദ്ധമായ അയോധ്യയിലെ ഹനുമാൻ ക്ഷേത്രവും വളരെ പ്രസിദ്ധമാണ്. ഹനുമാനെയും കണ്ട് തൊഴുത് മടങ്ങുകയാണ് പല ഭക്തരും ചെയ്യുന്നത് എന്നുള്ളതാണ്. ദിവസങ്ങളോടെ ഇവിടെ സ്റ്റേ ചെയ്ത് താമസിച്ച് നിരവധി തവണ സ്വാമിയെ കണ്ട് മടങ്ങുന്ന ശ്രീരാമനെ കണ്ട് മടങ്ങുന്ന ആളുകളെ കൂടി നമുക്ക് പലരുമായി സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. യോഗി ആദിത്യനാഥ് അയോധ്യ ക്ഷേത്രത്തിലെത്തുന്നു. ആദിത്യനാഥാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ട്. വലിയ സുരക്ഷ നഗരത്തിലുടനീളമുണ്ട്. നഗരത്തിലൂടെ വാഹന ഗതാഗതം അനുവദിച്ചിട്ടില്ല. ഇടറോഡുകളൊക്കെ അടച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം തൊട്ടടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ യോഗിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അങ്ങനെ ഓരോ തരത്തിലുമുള്ള ഓരോ സംവിധാനങ്ങളിലുമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കനത്ത സുരക്ഷയിൽ അയോധ്യ നഗരം, പക്ഷേ ഭക്തർക്ക് യാതൊരു വിധമായ അസൗകര്യങ്ങളും ഇല്ലാതെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതുതന്നെയാണ് ഇതിന്റെ പ്രത്യേകത. വലിയ ശുചിത്വമുള്ള ഒരു നഗരം കൂടിയാണ് അയോധ്യ എന്ന് നമ്മൾ ഓർക്കണം. വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പലരും ഇവിടെ താമസിച്ച് ദർശനം നടത്തി മടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 8 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളോട് കൂടി തന്നെയാണ് ഇപ്പോൾ അയോധ്യ നഗരം ഉള്ളത്. പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4,800 രൂപ, പവന് 38,400 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനങ്ങൾ നാളെ മുതൽ കേരളത്തിലുടനീളം. കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ജിയോ എയർ ഫൈബർ ലഭ്യമായിരുന്നത്. സെപ്റ്റംബർ 19 രാജ്യത്ത് ജിയോ എയർ ഫൈബറിന് തുടക്കമിട്ടത്. ജിയോ എയർ ഫൈബർ പ്ലാനിൽ 30 Mbps സ്പീഡിൽ അൺലിമിറ്റഡ് ഡാറ്റ 599 രൂപയ്ക്ക് ലഭ്യമാകും. കൂടാതെ 100 Mbps സ്പീഡിൽ 899 രൂപയുടെയും പ്ലാനുകൾ ലഭ്യമാണ്. 1,199 രൂപയുടെ പ്ലാനിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ജിയോ സിനിമ പ്രീമിയം ഉൾപ്പെടെ 16 OTT പ്ലാറ്റ്ഫോമുകളും ലഭ്യമാകും. മറ്റ് 2 പ്ലാനുകളിലും 14 OTT ആപ്പുകൾ ലഭ്യമാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി